നമസ്കാരം. ശ്രദ്ധേയമായ നിരവധി സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ ഒരാഴ്ച ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ലഖിംപൂരിലെ സംഘർഷം മുതൽ ആര്യൻ ഖാന്റെ അറസ്റ്റും, ബംഗാൾ ഉപതെരഞ്ഞെടുപ്പ് ഫലവും, ജമ്മു കാശ്മീരിലെ തീവ്രവാദി ആക്രമണവും, അരുണാചൽ പ്രദേശിലെ ചൈനീസ് കടന്നുകയറ്റവുമെല്ലാം സുപ്രധാന വിഷയങ്ങളാണ്. സർക്കാരിന്റെ അനാസ്ഥയ്ക്ക് ഉത്തർപ്രദേശ് വീണ്ടും സുപ്രീംകോടതിയുടെ പഴി കേൾക്കുമ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. വിശദാംശങ്ങൾ അറിയാം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് സ്വാഗതം. കർഷക പ്രതിഷേധത്തിലെ പുതിയ റെയ്ഡാവുകയാണ് ലഖിംപൂർ ഖേരി. കർഷകരും മാധ്യമപ്രവർത്തകനും BJP പ്രവർത്തകരും അടക്കം കൊല്ലപ്പെട്ട സംഭവം ദേശീയ തലത്തിൽ തന്നെ ഏറെ ചർച്ചയായി. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും പ്രതീകമാണ് ഉത്തർപ്രദേശ്. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം കൂടി ആരംഭിച്ചതോടെ അത് ഊട്ടിയുറപ്പിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നടത്തുമ്പോഴും വിവാദങ്ങളും പ്രശ്നങ്ങളും ഉത്തർപ്രദേശിൽ BJPയെ പിന്തുടരുകയാണ്. ഉന്നാവ് പെൺകുട്ടിയുടെ കൊലപാതകം, ഉന്നാവ് പീഡന കേസുകൾ, മുസഫർ നഗർ കലാപം, ഹാത്രസ് പീഡന കേസ്, അങ്ങനെ പട്ടിക നീളുകയാണ്. ഇതിനിടയിലാണ് ലഖിംപൂർ ഖേരിയിൽ കർഷക റാലിക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയ സംഭവം. കർഷക റാലിയുടെ ഇടയിലേക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കർഷകരും മാധ്യമപ്രവർത്തകനും ഉൾപ്പെടെ 5 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. തീർത്തും സമാധാനപൂർണമായി നടത്തിയ റാലിക്ക് നേരെയുണ്ടായ പ്രകോപനത്തിനെതിരെ കർഷകരും അക്രമത്തിലൂടെ തിരിച്ചടി നൽകിയതോടെ സ്ഥിതി നിയന്ത്രണാതീതമായി. BJP പ്രവർത്തകരും കർഷകരും ഏറ്റുമുട്ടി. റാലിക്കിടയിലേക്ക് ഇടിച്ചു കയറിയ കേന്ദ്ര സഹമന്ത്രി അജയ് മിശ്രയുടെ വാഹനം പ്രതിഷേധക്കാർ തീയിട്ട് നശിപ്പിച്ചു. ആ പ്രതിഷേധത്തിൽ 4 പേർക്ക് ജീവഹാനി സംഭവിച്ചു. കർഷക പ്രതിഷേധത്തിനിടെ ഉണ്ടായ അക്രമത്തിൽ ജീവഹാനി ഉണ്ടായിരുന്ന തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ പുറത്തു വന്നത്. മരണത്തിന് കാരണം കൂട്ടം ചേർന്നുള്ള മർദ്ദനമാണെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചാരണവും ഉണ്ടായി. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ അക്രമത്തിന് തുടക്കം കുറിച്ച അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം മാറിമറിയുകയായിരുന്നു. അപകടത്തിന് പിന്നിൽ കേന്ദ്ര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷാണെന്ന് ആരോപിച്ച കർഷകർ രാജ്യവ്യാപക പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇത്രയും ഗുരുതരമായ സംഭവം അരങ്ങേറിയിട്ടും അറസ്റ്റിന് പക്ഷേ ദിവസങ്ങളെടുത്തു. ഒടുവിൽ സുപ്രീം കോടതി ഇടപെട്ടതോടെയാണ് അറസ്റ്റും ആരോപണ വിധേയനായ മന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്യാനും നോട്ടീസ് നൽകിയത്. देखिए, सबसे पहले तो मैं ये कह देना चाहता हूँ कि मैं घटनास्थल पर था ही नहीं और वहाँ पर हमारे दंगल का आयोजन होता है. वहाँ से करीब 4-4.5 किलोमीटर की दूरी पर हमारा गांव है बलबीरपुर. मैं सुबह से लेकर के कार्यक्रम के समापन तक का वहीं था, तो मैं वहाँ था ही नहीं कि हमारे लोग आदरणीय केशव मौर्य जी को रिसीव करने के लिए गए थे. 3 वाहन थे, जिसमें एक मेरी महिंद्रा थार गाड़ी थी, एक फॉर्च्यूनर कार थी और एक छोटी कार थी. हमारे कार्यकर्ता उनको रिसीव करने के लिए जा रहे थे. रिसीव करने वाले स्थान पर पहुंचने से पहले लोगों ने हमारे ड्राइवर के ऊपर पत्थर किया, लाठी मारी, बांका मारा, जो भी मारा. उससे मेरा ड्राइवर, जैसा कि घटनास्थल से जो लोग कार्यकर्ता बेचारे भाग करके आए हैं उन्होंने बताया, उससे मेरा ड्राइवर मौके पर ही अचेत हो गया. स्टीयरिंग पर ही हरिओम मिश्रा उसका नाम था. उसके बाद में उसके अंदर जो कार्यकर्ता थे उनको बेरहमी से मारा पीटा गया. पीट करके उनकी हत्या करी गई. तो ये बड़ा निंदनीय है. इसकी जांच होनी चाहिए. जिन लोगों ने पीटा है उनको गिरफ्तार करिए. ഹാത്രസിലടക്കം ദൃശ്യമായ അതേ നടപടിയാണ് ഇവിടെയും യോഗി സർക്കാരും UP പോലീസും പയറ്റുന്നത്. പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞു. ഇതോടെ സർക്കാരിനെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് രാജ്യത്തുടനീളം ദൃശ്യമായത്. അക്രമത്തിനെതിരെ പ്രതിഷേധിച്ച പ്രിയങ്ക ഗാന്ധിക്കെതിരെ FIR അടക്കം രജിസ്റ്റർ ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചത് മണിക്കൂറുകളോളം. രാഹുൽ ഗാന്ധിയെ ലക്നൌ വിമാനത്താവളത്തിൽ തടഞ്ഞു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ വിമാനം ലക്നൌ വിമാനത്താവളത്തിൽ ഇറക്കാൻ പോലും അനുവദിച്ചില്ല. സമാജ്വാദി പാർട്ടിയുടെയും BSPയുടെയും നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയെന്ന് വരെ റിപ്പോർട്ടുകൾ ഉയർന്നു. और इस देश को बताइए कि इस मंत्री को बर्खास्त क्यों नहीं किया गया है और इस लड़के को अभी तक गिरफ्तार क्यों नहीं किया गया है. मेरे जैसे विपक्ष के नेताओं को तो आपने हिरासत में बगैर किसी ऑर्डर, बगैर FIR के रखा है. मैं जानना चाहती हूँ कि ये आदमी आज़ाद क्यों है. मैं आपसे आग्रह करती हूँ, लखीमपुर आइए ना. ഉത്തർപ്രദേശിൽ BJPക്ക്
സർക്കാരിനെതിരെ പ്രചാരണം നടത്താൻ മിഷൻ യു പി അടക്കം തയ്യാറാക്കിയ കർഷകരുടെ പ്രതിഷേധം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനേ ഇതെല്ലാം സഹായിച്ചുള്ളൂ. വിട്ടുവീഴ്ചയില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച കർഷകർ ഈ അക്രമത്തിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും വരെ പ്രതിഷേധിക്കുമെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിനുള്ള കോപ്പുകൂട്ടലിന്റെ തിരക്കിലായ BJP നേതാക്കൾ സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കാൻ സഹായകമായ ഇത്തരം സംഭവത്തെ എങ്ങനെ നേരിടുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. ലഖിംപൂർ സംഘർഷം കണ്ണു തുറക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെയും പോലീസിന്റെയും നിഷ്ക്രിയത്വത്തിലേക്കാണ്. ഉത്തർപ്രദേശിൽ ഇതാദ്യമായല്ല പ്രധാന സംഭവങ്ങളിൽ കോടതി ഇടപെടലിന് ശേഷം നിയമ നടപടി ഉണ്ടാകുന്നത്. സുപ്രീം കോടതിയിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ആവർത്തിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ BJPയുടെ അടുത്ത ചുവടെന്തായിരിക്കും? ലഖിംപൂരിലെ നിയമ നടപടികളിലെ കാലതാമസം വെളിച്ചം വീശുന്നത് എന്തിലേക്കാണ്? ഇതാദ്യമായല്ല ഉത്തർപ്രദേശിൽ കോടതി ഇടപെടലിനെ തുടർന്ന് ഒരു പ്രധാന കേസിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നത്. ലഖിംപൂരിലും സംഭവിച്ചത് അതുതന്നെയാണ്. 2 പൊതുതാൽപര്യ ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിമർശനമുയർന്നപ്പോഴാണ് അറസ്റ്റും കേന്ദ്ര സഹമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്യാൻ നോട്ടീസും മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ CBI അന്വേഷണം നടത്താമെന്ന നിലപാടും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൈക്കൊണ്ടു. CBI പോലും ഒരു പരിഹാരമല്ലെന്നും അതിന്റെ കാരണം അറിയാവുന്നതല്ലേ എന്നുമുള്ള കോടതിയുടെ വിമർശനത്തെ ചെറുതായല്ല കാണേണ്ടത്. हिंदुस्तान के किसानों पर सरकार का आक्रमण हो रहा है. एक तो किसानों को जीप के नीचे कुचला जा रहा है, उनका मर्डर किया जा रहा है. बीजेपी के होम मिनिस्टर की बात हो रही है, उनके पुत्र की बात हो रही है, उन पे कोई एक्शन नहीं लिया जा रहा है. दूसरी तरफ पूरे देश के किसानों पर सिस्टमैटिकली एक के बाद एक आक्रमण हो रहा है. जो भी कुछ कहे उसको बंद किया जा रहा है. It is as I said, it is a systematic attack on the farmers of this country, and it is arrogance because the government does not realize or understand the power of the farmers, and they are provoking the farmers, they are insulting the farmers, they are killing the farmers. This is a very dangerous and bad idea. 2002 ഒരു പോലീസ് ഏറ്റുമുട്ടലിൽ പ്രദീപ് കുമാർ എന്ന 18 വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിന് പിഴശിക്ഷ വിധിച്ചത്. 19 വർഷമായ കേസിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചപ്പോൾ മാത്രമാണ് പ്രതികളായ 3 പോലീസുകാർ കീഴടങ്ങിയത്. പ്രതികളുടെ ശമ്പളം പോലും തടയാൻ സർക്കാർ നടപടിയെടുത്തതും ഇതിനു ശേഷമാണ്. UPയിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. 2017 ഉന്നാവ് പീഡനക്കേസിൽ BJP MLA ആയിരുന്ന കുൽദീപ് സെൻഗാർ അറസ്റ്റിലാകുന്നത് അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായ ശേഷമാണ്. 2019 ഈ പെൺകുട്ടിയും ബന്ധുക്കളും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടതോടെയാണ് നടപടിയുണ്ടായത്. ഹാത്രസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ഉത്തർപ്രദേശ് പോലീസ് രായ്ക്ക് രാമാനം കത്തിച്ചപ്പോഴും സർക്കാർ നടപടിയുണ്ടായില്ല. അതിനും വേണ്ടി വന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ. കർഷക പ്രതിഷേധമെന്നും BJPയുടെ സുഗമമായ മുന്നോട്ടു പോക്കെന്ന പാതയിലെ വാരിക്കുഴിയാണ്. അതിനെ മറികടക്കാൻ ഇനിയും BJPക്ക് സാധിച്ചിട്ടില്ല. അതേ കർഷക സമരവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ നേരിടവെയാണ് ആഭ്യന്തര സഹമന്ത്രി കൂടിയായ അജയ് മിശ്ര തേനിയുടെ മകന് നേരെയുള്ള ആരോപണം. देखिए, हमारा सीधा और स्पष्ट मानना है, हमारे यहाँ कार्यक्रम था, कार्यक्रम को में मुख्य अतिथि को रिसीव करने के लिए कुछ गाड़ियां गई थी, जिसमें हमारे कार्यकर्ता थे. किसानों के बीच में शामिल कुछ उपद्रवी तत्वों ने पथराव किया, जिसके कारण हमारे कार्यकर्ताओं की हत्या हुई. उसके बाद में पीट करके ऐसी सब बातें आई. लेकिन चूंकि मैं या मेरा पुत्र आशीष मिश्रा हम वहाँ पर नहीं थे, हम लोग कार्यक्रम स्थल पर थे. जिस तरह से हमारी जांच हो रही, न्यायिक जांच भी हो रही है,
SIT की भी जांच हो रही है, पुलिस का इन्वेस्टिगेशन भी हो रहा है। ये सारी चीज़ें हो रही हैं। बहुत जल्दी स्थितियां साफ हो जाएंगी और भी किसी जांच की आवश्यकता होगी तो वो भी जांच हम लोग कराएंगे और जो भी दोषी हैं और जिन्होंने साजिश रची है उनको किसी भी स्तर पर छोड़ा नहीं जाएगा। कड़े से कड़े दंड देने का സംഭവത്തിൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന് പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെടുമ്പോഴും നടപടിയെടുക്കാൻ BJPയുടെ പുതിയ മുഖമായി ഉയർത്തിക്കാട്ടുന്ന യോഗി ആദിത്യനാഥ് തയ്യാറാകുന്നില്ല. അക്രമത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബങ്ങളെ സന്ദർശിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. देखिए, लखीमपुर खीरी की घटना ये दुखद और दुर्भाग्यपूर्ण है जी, और सरकार उसकी तह बजा रही है। लोकतंत्र में हिंसा का कोई स्थान नहीं। जब कानून सबको सुरक्षा प्रदान करने की गारंटी दे रहा है तो कानून को हाथ में लेने का अधिकार किसी को नहीं, चाहे वो कोई भी हो, चाहे वो कोई भी हो, मंत्री हो, उसका बेटा भी हो। मैंने कहा कोई भी हो, कानून सबके लिए समान है और कानून सबके के साथ समान रूप से व्यवहार भी करेगा। लेकिन हाँ, ये माननीय उच्चतम न्यायालय की स्थापित रूलिंग है कि गिरफ्तारी के पहले आपके पास पर्याप्त साक्ष्य भी होने चाहिए। हम किसी व्यक्ति के आरोप पर अनावश्यक किसी को गिरफ्तार भी नहीं करेंगे, लेकिन हाँ, अगर कोई दोषी है तो उसको छोड़ेंगे भी नहीं, वह कोई भी क्यों न हो। യോഗി ആദിത്യനാഥിന്റെ ഈ നിലപാട് ഏറെ വിമർശന വിധേയമാവുകയും ചെയ്തു. യോഗിയുടെ നയത്തെ പരസ്യമായി തള്ളിപ്പറയാൻ നേതൃത്വം മടിക്കുമ്പോൾ അതൃപ്തി പരസ്യമാക്കുകയാണ് നേതാക്കൾ. വരുൺ ഗാന്ധി അടക്കമുള്ളവർ ലഖിംപൂർ സംഭവത്തിൽ വിമത സ്വരമുയർത്തിയതും BJP ക്യാമ്പിലെ അസ്വാരസ്യങ്ങളുടെ തെളിവാണ്. വിമർശനങ്ങൾ ഉന്നയിച്ചതോടെ വരുണിനെയും അമ്മ മേനകാ ഗാന്ധിയെയും BJPയുടെ ദേശീയ നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്താതിരുന്നത് യോഗി ആദിത്യനാഥ് എന്ന മുഖത്തെ സംരക്ഷിക്കാനുള്ള നീക്കമായി തന്നെ വേണം കാണാൻ. കോവിഡ് വ്യാപന നിയന്ത്രണത്തിൽ ഉത്തർപ്രദേശിന്റേത് മികച്ച മാതൃകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടാൻ പ്രധാനമന്ത്രി അടക്കം ശ്രമം നടത്തിയപ്പോഴും പാർട്ടിക്കുള്ളിൽ യോഗി വിമർശനം നേരിട്ടിരുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. RSSും യോഗിയെ അനുകൂലിക്കാത്ത സ്ഥിതിവിശേഷവും ഉടലെടുത്തിരുന്നു. എന്നിട്ടും പാർട്ടി എന്താണ് യോഗിയെ തള്ളിപ്പറയാത്തത്? ഇത്രയും നാൾ പാർട്ടിയുടെ മുഖമായി ഉയർത്തിക്കാട്ടിയ നേതാവിനെ പാർട്ടി തന്നെ തള്ളിപ്പറയുമ്പോൾ ഇത്രനാളും സർക്കാർ കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ജനങ്ങൾ സംശയമുന്നയിക്കുക സ്വാഭാവികമാണ്. പ്രതിപക്ഷമടക്കം ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെക്കുന്ന നടപടി കൂടിയായാണ് അത് വിലയിരുത്തപ്പെടുക. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ BJP ഏറെ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന സംസ്ഥാനത്ത് വിജയത്തിൽ കുറഞ്ഞൊന്നും BJPക്ക് ചിന്തിക്കാനാകില്ല. ഒരിക്കൽ കൂടി നീതിക്ക് മുന്നിൽ മുട്ടുമടക്കി BJP. പശ്ചിമബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളിലും പരാജയം രുചിച്ച BJP ഒരിടത്ത് മൂന്നാമതാവുകയും ചെയ്തു. ഒഡീഷയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലവും BJPക്ക് അനുകൂലമായിരുന്നില്ല. ഭവാനിപ്പോരിൽ പ്രതീക്ഷിച്ചതായിരുന്നു വിജയമെങ്കിലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നേടിയെടുക്കാമെന്ന് മമത പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. 58,832 വോട്ടുകൾക്കാണ് മമത പ്രിയങ്ക ടിബ്രേവാളിനെ തോൽപ്പിച്ചത്. സമ്പൂർണ്ണ ആധിപത്യമാണ് മണ്ഡലത്തിൽ മമത നേടിയത്. മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷവും എല്ലാ ബൂത്തുകളും വിജയിച്ചാണ് മമത ഭവാനിപ്പൂരിന്റെ ജനപ്രതിനിധിയായത്. ഈ ജയം തന്നെയാണ് സംസർഗഞ്ചിലും ജംഗിപ്പൂരിലും തൃണമൂലിന് കൈവരിക്കാനായത്. സംസർഗഞ്ചിൽ BJP 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് രണ്ടാമതെത്തിയത്. വെറും 5000-ഓളം വോട്ടുകൾ മാത്രമാണ് ഇവിടെ BJP സ്ഥാനാർത്ഥിക്ക് നേടാനായത്. ജംഗിപ്പൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. 77,523 വോട്ടിനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സാക്കിർ ഹുസൈൻ ജയിച്ചു കയറിയത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ശേഷം ബംഗാൾ പിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് 2021 തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടത്. അതിനായി തൃണമൂലിലെയും കോൺഗ്രസിലെയും CPMലെയും നേതാക്കളെ വരെ പാർട്ടിയിലെത്തിച്ചിരുന്നു BJP. എന്നാൽ ഈ നീക്കങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനും BJPക്ക് സാധിച്ചില്ല.
സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ മമതയ്ക്കെതിരെ ആയുധമാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതും ഫലം കണ്ടില്ല. ഉപതെരഞ്ഞെടുപ്പിനെതിരെ സ്വീകരിച്ച നിയമ നടപടിയും ഫലം കാണാതായതോടെ ബംഗാളിൽ BJP രണ്ടാമതും തിരിച്ചടി നേരിട്ടു എന്ന് പറയുന്നതിൽ തെറ്റില്ല. BJPയുടെ തോൽവിക്കൊപ്പം എടുത്തു പറയേണ്ടതാണ് CPMന്റെ പരാജയം. ഭവാനിപ്പൂരിൽ CPMന് ആദ്യ 2 സ്ഥാനങ്ങളിൽ പോലും എത്താനായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് നിലം മെച്ചപ്പെടുത്താൻ CPMനും സാധിച്ചില്ല. 3 മണ്ഡലങ്ങളിലെയും ജയത്തോടെ തൃണമൂൽ വീണ്ടും BJP വിരുദ്ധ മുന്നണിയുടെ മുഖമെന്ന സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ബംഗാളിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒഡീഷയിലെ പിപ്ലിയിൽ BJD ഭൂരിപക്ഷം ഉയർത്തുകയാണ് ചെയ്തത്. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.